ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അതൊന്നും കാണാറില്ല. അതുതന്നെയാണ് നമ്മൾ വിജയിക്കാത്തതിൻ്റെ പ്രധാന കാരണവും. നമുക്ക് വിജയിക്കേണ്ട എല്ലാ സ്രോതസ്സും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമ്മൾ വിജയിക്കാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും കഴിയും. അതൊക്കെ അറിയാതെ പോകുന്നതാണ് നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. ഒരു ചെറിയ സ്റ്റോറി ആയാലോ? ഈ കഥ മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഒരച്ഛനും കുട്ടിയും കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. അവർ പോകുന്ന വഴിയിൽ ഒരു മരച്ചില്ല താഴ്ന്നു കിടക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് ഒടിക്കണമെന്നുണ്ടായിരുന്നു. കുട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്ക് ആ മരക്കൊമ്പ് ഒടിക്കണമെന്നുണ്ട്, ഞാനത് ഒടിക്കാൻ ശ്രമിച്ചോട്ടെ. ഇത് കേട്ട അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, അതിനെന്താ മോനെ, നീ ഒടിച്ചോളൂ, നിന്നെ കൊണ്ടത് തീർച്ചയായും സാധിക്കും. പക്ഷേ ആ മരക്കൊമ്പ് ആ കുട്ടിയേക്കാളും ഉയരത്തിലായിരുന്നു. അച്ഛൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അവന് സന്തോഷം തോന്നി. കുട്ടി മരക്കൊമ്പ് പിടിക്കാനായി ചാടി. പക്ഷേ അവൻ്റെ ശ്രമം പരാജയപ്പെട്ടു. കുട്ടി നിരാശനായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഒന്നും കൂടെ ശ്രമിക്കൂ, നിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കൂ മകനെ. ഇത് കേട്ട അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ കൊമ്പൊടിക്കാനായി വീണ്ടും വീണ്ടും ചാടി. ഒടുവിലവൻ കൊമ്പിന് പിടിച്ചു. പക്ഷേ ആ കൊമ്പൊടിക്കുവാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, എന്നെ കൊണ്ട് ഈ കൊമ്പൊടിക്കാൻ സാധിക്കുന്നില്ല. അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ സർവ്വശക്തി എടുത്ത് ശ്രമിക്കൂ, എന്തായാലും നിനക്ക് ആ കൊമ്പൊടിക്കാൻ സാധിക്കും. പക്ഷേ പരാജയമായിരുന്നു ഫലം. അവന് നന്നായി സങ്കടം വന്നു. അവൻ അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ പറ്റിക്കായിരുന്നല്ലേ, എനിക്ക് ഈ കൊമ്പ് ഒടിക്കുവാൻ സാധിക്കുന്നില്ല. അച്ഛൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സർവ്വശക്തിയും എടുത്ത് ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തിയല്ലേ. നീ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ സഹായിക്കില്ലായിരുന്നോ? നമ്മൾ ഒരുമിച്ച് ആ കൊമ്പ് ഒടിച്ചേനെ. പക്ഷേ നീ എന്നോട് സഹായം ചോദിച്ചില്ലല്ലോ. ഈ കഥ നമുക്ക് വലിയൊരു തിരിച്ചറിവാണ് നൽകുന്നത്. പലപ്പോഴും നമുക്ക് ചുറ്റും ഇതുപോലുള്ള സഹായഹസ്തങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളത് കാണാറില്ല. എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് ഹെൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളത് കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ ബിസിനസ്സിനെ പറ്റി നമുക്കധികം കാര്യങ്ങളൊന്നും അറിയുമില്ല. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഗൂഗിളിൻ്റെ സഹായം തേടിക്കൂടാ? നമുക്കറിയാത്തൊരു കാര്യം മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്നത് ഒരു കുറവായി കാണേണ്ട കാര്യമില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യം നാളെ മറ്റൊരാളിലേക്ക് നിങ്ങൾക്ക് പകർന്നു നൽകുവാൻ കഴിയും. നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അവരോട് ആവശ്യപ്പെടാതെ അവരെങ്ങനെ നിങ്ങളെ സഹായിക്കും? ആരോട് വേണമെങ്കിലും നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചോളൂ. അതൊരു കുറവായി കാണേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആവശ്യം ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്.